നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നേരത്തെ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പം എന്താ ചെയ്യേണ്ടത്? 15 ആഗസ്റ്റ് 1940. അപ്പോൾ ഇതെങ്ങനെ എഴുതേണ്ടത്? 1946 വരെ, കാരണം 1947 കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, 46 പ്ലസ് എന്താണ് Jan 1 to 50 ആഗസ്റ്റ് 1945 കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 1946 എങ്ങനെ എഴുതാൻ പറ്റും? 1600 പ്ലസ് 300 പ്ലസ് 46 എന്ന രീതിക്ക് എഴുതാൻ പറ്റും. ഇത് എത്രയാണ്? 1600 എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 0 ആണ്. 300 എത്രയാണ്? 3 × 5 15 1 46 നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് എത്ര ലീപ്പ് ഇയർ ഉണ്ട് നോക്കണം. ലീപ്പ് ഇയറിൻ്റെ ഇൻറ്റു 2 ആയിരിക്കും. എത്ര ഓർഡിനറി ഇയർ ഉണ്ട് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെന്താണ് 1947 ഈ ഒരു ഡേറ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് 1947 എന്താണ്? 1947 divisible/4 അല്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം 1947 എന്തല്ല? ലീപ്പ് ഇയർ അല്ല. അപ്പം ഫെബ്രുവരി എത്ര ദിവസം ഉണ്ടാവുള്ളൂ? 28 ദിവസം ഉണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു മന്ത് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കണം. ലീപ്പ് ഇയർ ആകുമ്പോൾ എന്താണ്? ഒരു ഡേ കൂടി എക്സ്ട്രാ ഫെബ്രുവരിയിൽ വരും. അപ്പം കാൽക്കുലേഷൻ കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ എന്താ ചോദിച്ചുള്ളത്? ജനുവരി 1, 2008 ഒരു ട്യൂസ്ഡേ ആണെങ്കിൽ വാട്ട് വിൽ ദ വീക്ക് ലൈസ് ഓൺ ജനുവരി 1, 2009 ഏത് ഡേ ആയിരിക്കും എന്ന് ചോദിച്ചാൽ, അതായത് എന്താ ഈ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ഫിക്സ്ഡ് ഡേറ്റ് തരും. ലൈക്ക് ഏതെങ്കിലും ഡേ തരും. അത് ഈ ഒരു വീക്കിൽ ഈ ഒരു ഡേ എന്ന് പറയും. അതങ്ങനെ ആണെന്ന് ഉറപ്പൊന്നുമില്ല. ഓക്കെ, ആണെങ്കിലും അല്ലെങ്കിലും എന്തായിരിക്കും നെക്സ്റ്റ് ചോദിക്കുന്നത്? വേറൊരു ഡേ തരും. അത് അപ്പം ഏത് ഡേ ആയിരിക്കും എന്നാണ് ചോദിക്കുക. ഓക്കെ, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ സിമ്പിളായിട്ട് ഇത് ഏത് രീതിക്ക് ചെയ്താൽ മതി? അതായത് സിമ്പിളായിട്ട് ആദ്യം എത്ര ഓഡ് ഡേ ആ ഒരു ഇയറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പം ആ ഓഡ് ഡേ അനുസരിച്ച് എന്തായിരിക്കും ഡേറ്റ് എന്തായിരിക്കും? അങ്ങോട്ട് ഷിഫ്റ്റ് ആവും, മുമ്പോട്ട് ഷിഫ്റ്റ് ആവും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ മൺഡേ ആണ്. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയണം, മൺഡേ ആണ്. ഓക്കെ, അതായത് ഒരു ഇയറിൽ ഏതോ ഒരു ദിവസം മൺഡേ ആണ്. അപ്പം നെക്സ്റ്റ് ഇയറിൽ ആ സെയിം ഡേ എന്തായിരിക്കും? ഏത് ഡേ ആണ് കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി? എത്ര നമ്പർ ഓഫ് 4 days ഉണ്ട് നോക്കിയിട്ട് എന്താണ് ഒന്ന് കൂട്ടിയാൽ മതി. സോ ഫോർ എക്സാമ്പിൾ അതൊരു ഓർഡിനറി ഇയർ ആണെങ്കിൽ നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ ഇത് ജനുവരി 1 മൺഡേ ആണ്. അപ്പം നെക്സ്റ്റ് ഇയറിൽ ജനുവരി 1 എന്തായിരിക്കും ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഓർഡിനറി ഇയർ ആണെങ്കിൽ ജസ്റ്റ് എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. കാരണം ഒറ്റ ഓഡ് ഡേ വരുന്നത്. അപ്പം ഒറ്റ ഡേ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും ജനുവരി 1. മേ ബി അത് എന്താണ് ഒരു ലീപ്പ് ഇയർ ആണെങ്കിലോ? ലീപ്പ് ഇയർ ആണെങ്കിൽ എന്താണ് 2 ഓഡ് ഡേ ആണ്. അപ്പം 2 ഡേ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ അത് എത്ര ഓഡ് ഡേ വരുന്നത് നോക്കിയാൽ മതി. 2002 എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? യെസ്, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പം എന്താണ്? അതൊരു ലീപ്പ് ഇയർ ആണ് അല്ലേ? ലീപ്പ് ഇയർ ആണ്. അപ്പം ഓഡ് ഡേയ്സ് എന്ത് വരും? 4 അല്ല 2 ഓഡ് ഡേയ്സ് വരും. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ട്യൂസ്ഡേ ആണ് പറഞ്ഞത്. അപ്പം ട്യൂസ്ഡേന്ന് 2 എണ്ണം മുമ്പോട്ട് പോയാൽ എന്ത് കിട്ടുക? ജനുവരി 2009 കിട്ടുക. അതെന്തായിരിക്കും? വെനസ്ഡേ, തേഴ്സ്ഡേ. അപ്പം നമ്മളെ ആൻസർ എന്താണ്? തേഴ്സ്ഡേ ആയിരിക്കും നമ്മളെ ആൻസർ വരുന്നത്. ഒന്നുകൂടി പറയാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? അതായത് ഒരു ഡേറ്റ് തന്നു, ആ ഡേറ്റ് ഈ ഒരു ഡേയിലാണ്. അപ്പം വേറൊരു ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റ് ഏത് ഡേയിലാണെന്ന് ചോദിച്ചാൽ സിമ്പിളി അതിൻ്റെ ഇടയ്ക്കുള്ള എന്താണ് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നോക്കുക. അപ്പം ആ ഓഡ് ഡേക്ക് അനുസരിച്ച് എന്തായിരിക്കും ഡേറ്റിൽ ഫോർ എക്സാമ്പിൾ 2 ഓഡ് ഡേ ആണെങ്കിൽ 2 ഡേ മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ കാണുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറയുള്ളത്? ദ കലണ്ടർ ഓഫ് ദ ഇയർ 2009 വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഇയർ. അതായത് 2009 കലണ്ടർ എടുത്താൽ ആ സെയിം കലണ്ടർ വരുന്ന നെക്സ്റ്റ് ഉള്ള ഇയേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഓഡ് ഡേയ്സ്. അതായത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഓരോ ഇയറും മുമ്പോട്ട് ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമുക്ക് എന്താണ് 2009 സെയിം ഇതാവണമെങ്കിൽ എന്ത് ചെയ്യണം? 2009 സെയിം ഇയർ ആണെങ്കിൽ എന്ത് ചെയ്യണം? സെയിം കലണ്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഓഡ് ഡേ മുമ്പോട്ടാണെങ്കിൽ എന്തായിരിക്കും? ഒരു ഡേ മുമ്പോട്ട് ഷിഫ്റ്റ് ആവില്ല. 2 ആണെങ്കിൽ 2 ഡേ മുമ്പോട്ട് ഷിഫ്റ്റ് ആവും. 3 ആണെങ്കിൽ 3 ഡേ മുമ്പോട്ട് ഷിഫ്റ്റ് ആവും. 4 ആണെങ്കിൽ 4 ഡേ മുമ്പോട്ട് ഷിഫ്റ്റ് ആവും. അപ്പം നമുക്ക് എന്താ വേണ്ടത്?
ഷിഫ്റ്റ് ആവരുത്. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്തായിരിക്കണം? ഷിഫ്റ്റ് ആവരുത് മീൻസ് സെയിം കലണ്ടർ ആവണമെങ്കിൽ ഡേയ്സ് ഷിഫ്റ്റ് ആകാൻ പാടില്ലല്ലോ. അപ്പോൾ ഷിഫ്റ്റ് ആവരുത്. അപ്പം നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ സിമ്പിൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആവുന്ന ഏത് ഇയർ ഉണ്ട് കണ്ടാൽ പോരെ? ഓക്കെ, അപ്പം നമുക്ക് 2009 നോക്കാം. 2009 എത്ര കേസ് ഉണ്ടാവും? 1 ആയിരിക്കും. അതുപോലെ തന്നെ 2010 എത്ര ഉണ്ടാവും? 1 ആയിരിക്കും. 2011 1 ആയിരിക്കും. 2012 എന്തായിരിക്കും? 2 ആയിരിക്കും. 2013 എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എത്ര ഓഡ് ഡേയ്സ് ആയി? 1 2 3 3 2 5 5 1 6. അപ്പോൾ 2014 എത്ര ഓഡ് ഡേയ്സ് ആയിരിക്കും? 1 ആയിരിക്കില്ല. അപ്പോൾ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ആയി? 1 2 3 4 5. അതായത് 7 ഓഡ് ഡേയ്സ് ആയി. മീൻസ് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ആക്ച്വലി എത്രയായി? 0 ആയി അല്ലേ? അപ്പം 2014 നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്രയായി? 0 ആയി. അപ്പോൾ തൊട്ട നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും? 2009 സെയിം കലണ്ടർ ആയിരിക്കും. അതെന്താണ്? 2015 ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് വരുന്നതനുസരിച്ച് ഓരോ ഇയറും നെക്സ്റ്റ് ഡേയ്സിലേക്ക് ഷിഫ്റ്റ് ആയി വരും. അപ്പം നമുക്ക് ഇവിടെ എന്താണ്? ഷിഫ്റ്റ് ആവാൻ പാടില്ല, സെയിം കലണ്ടർ ആയിരിക്കണം. അപ്പോൾ സെയിം കലണ്ടർ ആവാൻ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? ഏത് ഇയറിലാണ് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 2009 ശേഷം 0 ആവുന്നത് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി? ഓരോ ഇയർ എടുത്ത് എഴുതി, ഓരോ ഇയറിന് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് എഴുതി. എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടി ആഡ് ചെയ്ത് തരാം. 7 കിട്ടി. അപ്പോൾ 7 കിട്ടി മീൻസ് നെക്സ്റ്റ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ 2 എഴുതാൻ കാരണം ഇത് 2012 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. മീൻസ് അതൊരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അതെന്താ പറഞ്ഞിട്ടുള്ളത്? ദ ലാസ്റ്റ് ഡേ ഓഫ് എ സെഞ്ചുറി കനോട്ട് ബി. അതായത് ഒരു സെഞ്ചുറിയുടെ 31st ഡിസംബർ എന്താവില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ? എന്താണ്? 1000 200 അതുപോലെ തന്നെ 100 200 300 1600 അങ്ങനെ ഇയേഴ്സ് വരുന്നതാണ് എന്ത്? സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു കേസ് എടുത്ത് നോക്കാം. 100ൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 100ൻ്റെതാണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? കാരണം ഓഡ് ഡേയ്സ് വെച്ചാണ് കാൽക്കുലേറ്റ്. 5 ഓഡ് ഡേ ഉണ്ട്. അപ്പം 5 ഓഡ് ഡേ ആണെങ്കിൽ ഏതായിരിക്കും ആ ദിവസം? ഫ്രൈഡേ ആയിരിക്കില്ലേ? ഫ്രൈഡേ ആയിരിക്കും. പിന്നെ അടുത്ത നമുക്ക് 200ൻ്റെ കേസ് എടുത്ത് നോക്കാം. 200 ആണെങ്കിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും? വെനസ്ഡേ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ 300 ആണെങ്കിൽ 300ത്തെ സെഞ്ചുറി ആണെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് എത്രയായിരിക്കും? 1 ആയിരിക്കില്ലേ അല്ലേ? 1 ആയിരിക്കും. അപ്പോൾ 1 ആണെങ്കിൽ എന്താണ്? അത് മൺഡേ ആയിരിക്കും. ഓക്കെ, ഈ ഡേ ആയിരുന്നു ഇവിടുന്ന് എടുക്കുന്നത് അറിയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ ഇല്ലായിരുന്നു. ആ ടേബിളിനകത്താണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 400 എടുത്ത് നോക്കാം. 400 ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ട് 400 മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? സൺഡേ ആയിരിക്കും. ഈ ഒരു ഇത് കണ്ടോ? നിങ്ങളതിന് വേറെ ഏത് ഇയർ എടുത്ത് നോക്കി, ഏത് സെഞ്ചുറി എഴുതിയാലും ഇതെന്തായിരിക്കും? ഇതിൻ്റെ റിപ്പീറ്റേഷനേ വരുള്ളൂ. നമുക്ക് 500ൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കാം. 500 എന്നാൽ 100 + 400 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 5 തന്നെ വരും. എന്താണ്? അത് ഫ്രൈഡേ ആണ്. അതായത് ഇനി ഏതൊരു സെഞ്ചുറി എടുത്താലും ഇതിൻ്റെ റിപ്പീറ്റേഷനേ വരുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് വരാത്ത ഡേയ്സ് ആയിരിക്കും എന്ത്? സെഞ്ചുറിയുടെ എൻഡിൽ വരാത്ത ഡേയ്സ്. അതായത് ഏതൊക്കെയാണ്? മൺഡേ ഉണ്ട്, ട്യൂസ്ഡേ ഉണ്ടോ? ഇല്ല, ട്യൂസ്ഡേ സെഞ്ചുറിൻ്റെ ലാസ്റ്റ് വരില്ല. വെനസ്ഡേ, തേഴ്സ്ഡേ, അതുപോലെ തന്നെ സാറ്റർഡേ. ഈ 3 ഡേയ്സ് ആയിരിക്കും എന്ത്? സെഞ്ചുറിയുടെ ലാസ്റ്റ് വരാത്തത്. ഏതൊക്കെയാണ്? ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആയിരിക്കും സെഞ്ചുറിയുടെ ലാസ്റ്റിൽ വരാത്തത്. നമ്മൾ എന്താ ചെയ്തത്? ഓരോ സെഞ്ചുറിനകത്തും ഏതൊക്കെ ഇത് വരുന്നുണ്ട് നോക്കിയപ്പം 100 200 300 600 നോക്കിയാൽ മതി. കാരണം ഇതിൻ്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും എന്ത് വരുന്നത്? വേറെ ഏത് സെഞ്ചുറി എടുത്താലും വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഡേയ്സ് ഏതാണ് ടേബിൾ വെച്ച് നോക്കി, എന്നിട്ട് ബാക്കി ഇല്ലാത്ത ഡേയ്സ് ഏതാണെന്ന് എടുത്തെഴുതി. അതായിരിക്കും എന്ത്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് സെഞ്ചുറിയുടെ ലാസ്റ്റ് വരാത്ത ഡേയ്സ്. ഓക്കെ,
അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐ ഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.